ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യം തന്നെ ബിഗ് താങ്ക് യു. നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്താ പറയുക, ഇന്ന് ഞാൻ പുതിയൊരു ലുക്കിലാണ്. എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു. കേട്ടാ എങ്ങനെയുണ്ട്? ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ച സമയത്തും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, ആ ഒരു കാര്യത്തെ മാറ്റി നിർത്താൻ എനിക്ക് സാധിച്ചപ്പോൾ തൊട്ടാണ് ഒരു എന്താ പറയുക മനസ്സമാധാനം, അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഓക്കെ എൻ്റെ കൺട്രോളിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. സോ ആ ഒരു കാര്യം നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, എക്സ്പെക്റ്റേഷൻസ്. നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളെ മുന്നിൽ കണ്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പ്രതീക്ഷ വേണ്ടെന്നല്ല, പ്രതീക്ഷ വേണം. പക്ഷേ ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തെ മറികടന്നുള്ള പ്രതീക്ഷകൾ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓവർ എക്സ്പെക്റ്റേഷൻ. സോ ഇത് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണ്. അതായത് ഇത് ചെയ്താൽ എനിക്ക് ഈ ഗുണമാണ് ഉണ്ടാവുന്നത്, സോ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് ആ ഗുണം വേണം. അങ്ങനെ തിങ്ക് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര വന്നില്ലെങ്കിലോ അങ്ങനെ വരുമ്പോഴത്തേനുമാണ് നമ്മൾ ഡൗൺ ആയി പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് എക്സാമിന് 85% അല്ലെ 90% മാർക്ക് എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി നമ്മൾ എക്സാം നല്ല രീതിക്ക് എഴുതി. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് 90 കിട്ടിയിട്ടില്ല, നമുക്കൊരു എന്താ പറയുക 85 ആണ്. 90 പ്രതീക്ഷിച്ച് പോയാൽ നമുക്കൊരു 85 ആണ് കിട്ടിയത്. സോ അവിടെ തുടങ്ങും നമ്മുടെ പ്രശ്നങ്ങൾ. എന്താണ്, ഞാൻ ഇത്രയും വിചാരിച്ച് പഠിച്ചു, ഇനി ഞാൻ പഠിക്കുന്നില്ല, വെറുതെ പോവാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച ഓരോ നെഗറ്റീവ് തോട്ട്സ് ഈ ഒരു സമയത്താണ് കൂടുതൽ മനസ്സിൽ വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്ന് നമ്മളെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ അവർ ഒരുപാട് ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസസ്, അല്ല നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഈ റീൽസും ഒക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഇമാജിനറി വേൾഡിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പം അവരിങ്ങനെ ചിന്തിക്കും, ഓക്കെ എൻ്റെ ലൈഫ് പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും, ഇങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, നമുക്ക് എങ്ങനെ തീരാത്തത്ര എക്സ്പെക്റ്റേഷൻസും കൊണ്ടായിരിക്കും ഓരോരുത്തരും നടക്കുന്നുണ്ടാവുക. ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണ് നമ്മുടെ ഹാപ്പിനെസ് എപ്പോഴും, അതിൻ്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളെ വേറൊരാൾ വന്ന് സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മുടെ സന്തോഷമാണെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണം, അതിന് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം അത്. റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും എന്തിൻ്റെ കേസിലാണെങ്കിലും നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്, വർക്കിൽ നിന്നൊന്നും റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സാലറി കൂടുന്നില്ല, ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഞാനത് എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്തത്. നേരെ മറിച്ച് എനിക്ക് ചെയ്യാനുള്ള എൻ്റെ വർക്ക് എന്താണോ, ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളല്ല, ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ വൃത്തിയായിട്ട് എൻ്റെ 100% കൊടുത്തങ്ങ് ചെയ്യുക. റിസൾട്ടൊക്കെ താനെ പുറകെ വന്നോളൂ. ഈ ഒരു എക്സ്പെക്റ്റേഷൻ എന്നെനിക്ക് മാറ്റാൻ പറ്റിയോ അന്നോട്ടാണ് എനിക്കൊരു സമാധാനം അല്ലെങ്കിൽ പറഞ്ഞൊരു ഹാപ്പിനെസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാനും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒരുപാട് വെക്കുന്ന ഒരാളാണ്. ഈവൻ ആളുകളുടെ അടുത്തൊന്നും അല്ലേ പോലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഈവൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ സീരിയസ് ആയിട്ട് തുടങ്ങിയ ഒരു ചാനലൊന്നും ആയിരുന്നില്ല ഇത്. 2020 കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അപ്പം പക്ക ഡാൻസ് വീഡിയോസ് മാത്രം എന്നുള്ള രീതിക്കാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണം എന്നറിയത്തില്ല, എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നറിയത്തില്ല, എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നറിയത്തില്ല, തംബ്നെയിൽ, ടൈറ്റിൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒട്ടും സീരിയസ് അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിക്ക്. അങ്ങനെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ഡാൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്തു, അത് ഞാൻ പിന്നെ വിട്ടു. പിന്നെ എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആ വഴിക്ക് പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും ഞാൻ ഓക്കെ എനിക്ക് ഇന്ന് തന്നെ ഇത്ര ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നാളെ തൊട്ട് ഞാൻ മോണിറ്റൈസ്ഡ് ആയി, ഞാൻ ഇനി ലൈഫ് ചില്ലാണെന്നൊക്കെ വിചാരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അല്ലെ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെയൊക്കെ ടേൺ ഓവർ എന്തെന്നല്ല, ഇത്രയും നല്ല സ്കൂളിൽ പോയി സമയം കളഞ്ഞു, ഈ ഒരു തോട്ടൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് 1-2 വീഡിയോസ്, എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, എനിക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് തവണ ഞാൻ ലാഗൊക്കെ വരുന്നുണ്ട്, ആ സാധനമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത്രയും പ്രശ്നമില്ല. തെറ്റുകുറ്റങ്ങളില്ലെന്നല്ല, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു പടി എനിക്ക് ഇമ്പ്രൂവ് ആയി എന്ന് തോന്നി. ആ ഫസ്റ്റ് നിന്ന ലെവലിൽ നിന്ന് ഒരു ലെവൽ ഇമ്പ്രൂവ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം
ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല, അയ്യോ എനിക്ക് വ്യൂസ് ഇല്ല, ഈ ഒരു സാധനം ഞാൻ തോട്ടിൽ വെച്ചിട്ട് ആദ്യ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, പിന്നെയും സ്റ്റോപ്പ് ചെയ്തു. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു റീൽ അല്ലെങ്കിൽ ഒരു ഷോർട്സ് വീഡിയോസ് ഇടുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. ദെൻ നമ്മുടെ 25 days ചലഞ്ച് തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. ശരിയായിക്കോളും, പതിയെ പതിയെ ഗ്രോ ചെയ്താൽ മതി, നമുക്ക് തുടക്കത്തിലേ ഇങ്ങനെ ഇതാവണം എന്നൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് 1-2 പേര് സമീപിച്ചിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരാം, എത്രയോ പേയ്മെൻറ്റ് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാം, വ്യൂസ് കൂട്ടിത്തരാം, പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ റീൽസ് കാര്യങ്ങൾ എനിക്ക് അയച്ചു തരും, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനൊക്കെ അത്, ഞാൻ ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ മുന്നിൽ കണ്ടിട്ടല്ല ഇങ്ങനെയൊക്കെ മീൻസ് ഈവൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്, നമുക്ക് പതിയെ കയറിയാൽ മതി, പതിയെ പിച്ച് വെച്ച് കയറിയാൽ മതി. അങ്ങനെ കയറുന്നതിനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഞാനിടുന്ന വീഡിയോസ് അതിൻ്റെ ക്വാളിറ്റി അതിലെനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ ഡൗൺ ആയിട്ടുള്ള ഡേയ്സിൽ പോലും എനിക്ക് ജസ്റ്റ് ഒരു കാര്യമാണെങ്കിൽ പോലും ടോപ്പിക് ബേസ് സംസാരിച്ചില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് മീൻസ് അന്നത്തെ ദിവസത്തെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം റിലേറ്റഡ് ഞാൻ ടോപ്പിക് മീൻസ് തിരഞ്ഞെടുത്ത് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ടന്റ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു 100 പേരെങ്കിൽ 100 പേര് വേണ്ട, ഒരു 10 പേരെങ്കിൽ 10 പേര് കാണുന്നുണ്ട്. ആ 10 പേർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് അത്രയും നല്ല കാര്യം, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം അല്ലാണ്ട് ഒരുപാട് പേര് കണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ താനേ വന്നോളൂ, അങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് 100% എഫേർട്ട് ഇട്ട് ജെന്യുവൻ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിന്ന് എൻ്റെ ലൈഫിലൂടെ ഞാൻ പറഞ്ഞ ഞാൻ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസും അതുപോലെ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഓക്കെ ഇന്നിപ്പോൾ ഇത് ചെയ്താൽ നാളെ എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സ് കയറും, ഓക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു പാർട്ടിനെ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയപ്പോഴാണ് എനിക്ക് എന്താ പറയുക കുറേ വേറെ എന്തിനായിരുന്നു ഇതൊക്കെ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നത്. ഇനി എന്താണ് ഈ അമിത പ്രതീക്ഷ അല്ലെ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിന്ന് മറികടന്ന് നമ്മൾ അതിലും കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, കുറേ പ്രതീക്ഷകൾ അല്ലെ കുറേ എന്താ പറയുക സന്തോഷങ്ങൾ, അങ്ങനെ നമ്മൾ ഒരു ഫാൻറ്റസി പോലെ നമ്മൾ ലൈഫിനെ കൊണ്ടു നടക്കുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കഴിവിൻ്റെയും അതുപോലെ നമ്മുടെ സാഹചര്യവും ഇതൊക്കെ നമുക്കെതിരാണെങ്കിൽ പോലും നമ്മൾ അതിലൊക്കെ മേളിൽ നമ്മൾ ചിന്തിക്കുന്നു, ഓക്കെ എനിക്കത് വേണം, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, അതെനിക്ക് കിട്ടണം. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റലി പ്രഷർ നമ്മളെ തന്നെ പ്രഷറിലാക്കുകയാണ്, കുറേ നിരാശയും മാനസിക പ്രശ്നങ്ങളും അങ്ങനെ ഭയങ്കര സമ്മർദ്ദത്തിലാക്കുകയാണ് നമ്മളെ തന്നെ. ഇനി ഈ പറഞ്ഞ കാരണം ഈ ഓവർ എക്സ്പെക്ടേഷൻ വരാനുള്ള കാരണങ്ങൾ ഒന്നാമതായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് നേച്ചർ. അതായത് ഏതൊരു കാര്യത്തിനും ഇപ്പം ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. കോമ്പറ്റീഷനും അതും ആ ഒരു സ്പിരിറ്റും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ കോമ്പറ്റീഷൻ കൂടി കമ്പാരിസൺ ആവരുത്. എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, അവർക്ക് ഇത്രയേ ഉള്ളൂ, ഓക്കെ നെക്സ്റ്റ് ടൈം അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ ഈ പറഞ്ഞതിന് നെഗറ്റീവായിട്ട് നമ്മൾക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ദെൻ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഓവർ എക്സ്പെക്ടേഷൻസ്. ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. ഞാൻ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്, എന്നെ എക്സ്പെക്ട് ചെയ്തൊന്നും കാണരുത്. അപ്പം വീട്ടുകാർക്കും അതില്ല, ഓക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അത്ര വിചാരിക്കത്തുള്ളൂ. അല്ലാതെ ഓവർ എക്സ്പെക്ടേഷൻ ഒരിക്കലും ഞാനിപ്പം അത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്താണ് ഞാൻ അവരോട് പറയാറുണ്ട്, എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ലേ, എന്നെ എക്സ്പെക്ട് ചെയ്യല്ലേ, എന്നെ കാര്യത്തിൽ ഒരു ഇതും വേണ്ട. ഞാൻ എന്ത് ചെറിയ എക്സാമിന് പോയാൽ പോലും ഞാനിത് പറയാറുണ്ട്. ഈ പാരൻസിൻ്റെ അടുത്തൊന്നും ഈ പറഞ്ഞ പോലെ എൻ്റെ മോള് നല്ല ഇതിലായിരിക്കണം, എൻ്റെ മോൾ നല്ല ഇതിലായിരിക്കണം, അവളുടെ മോളെക്കാളും എൻ്റെ മോള് ആ ഒരു സാധനം ഈ പിള്ളേരിലോട്ട് എത്തിച്ച് കഴിയുമ്പോഴത്തേനും ഇവർക്കും കൂടുതലായിട്ടുള്ള ഈ ഒരു പ്രഷർ വരുന്നുണ്ട്. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഇത് നമ്മൾ കുട്ടികളിൽ ഇൻജെക്ട് ചെയ്ത് വിടുകയാണ്, നമ്മൾ പോലും അറിയാണ്ട്. ദെൻ സ്വയം തെളിയിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹങ്ങൾ. ഇപ്പം മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പ്രൈസ് ചെയ്ത് സംസാരിക്കുക അല്ലെ, അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു കാര്യം ചെയ്തു എല്ലാവരും നല്ലത് പറഞ്ഞു, ഓക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല പോലും നാളെ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ നാളെ അത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും ഡൗൺ ആയി പോവാം. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ ഓവർ എക്സ്പെക്ടേഷൻ്റെ ഒരു മെയിൻ ഒരു ഇതാണ്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ഈ പറഞ്ഞ പോലെ മെൻ്റൽ പ്രഷർ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം പ്രഷർ നമ്മൾ എടുക്കുകയാണ്. ഈ പ്രഷർ എടുക്കുമ്പോഴത്തേനും നമ്മൾ എല്ലാത്തിനും അങ്ങ് പ്രാകും, ഓഹ് ഇത് ശരിയാവത്തില്ല, അത് നന്നാകത്തില്ല, എനിക്കിത് കിട്ടത്തില്ല, ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുന്നു.
ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോൾ നമ്മളെ തന്നെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് തന്നെ. ദെൻ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നു. ഈവൻ അത്യാവശ്യം ലെവലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വരുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല, ഈ സെൽഫ് ഡൗട്ടും നെഗറ്റീവ് ടോക്കും കാരണം പിന്നെയും ഇയാളുടെ കോൺഫിഡൻസ് കുറയുന്നു. ദെൻ ഫാമിലി, ഫ്രണ്ട്സ്, ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നു. കാര്യം അവരെന്നെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എനിക്ക് അത്ര എത്താൻ പറ്റിയില്ലല്ലോ, ഞാൻ അവരോട് പോയിട്ട് കാര്യമില്ല. അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ, അപ്പം ഒരു തവണ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി അവർ ആ ഗ്യാങ്ങിൽ കൂട്ടില്ലായിരിക്കും, എനിക്ക് മാർക്കില്ലല്ലോ, ഇങ്ങനെ വിചാരിച്ച് മാറി നിൽക്കുന്നത്. മേ ബി ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടൂടെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പ്രശ്നങ്ങളാണ്. കുറേ സ്ട്രഗിൾസ്, കാര്യങ്ങൾ, ഇന്നർ സ്ട്രഗിൾസ് നമ്മൾ സ്വയമേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തിനാണ് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ? ഇനി ഈ ഓവർ എക്സ്പെക്റ്റേഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിനെ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കമ്പാരിസൺ നിർത്തുക. നമ്മുടെ കഴിവിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാവണം, അതിൽ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാനുള്ള പരിപാടി എന്നേക്കുമായിട്ട് നിർത്തുക. ദെൻ ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യ ബോധമുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോവുക. ഇപ്പം എനിക്ക് എൻ്റെ ഫീൽഡ് ഇതാണ്, ഞാൻ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇതിലെങ്ങനെ എക്സൽ ചെയ്യാമെന്ന് നോക്കുക. അല്ലാതെ നാളെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, നാളെ ഞാൻ ഐശ്വര്യ റായ് ആവാൻ പോവാണ്, ഇങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിനപ്പുറം ഇൻ കേസ് ഇങ്ങനത്തെ സിനിമാഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുക, അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ. പക്ഷേ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷകൾ വയ്ക്കുക. അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യങ്ങളെ. ഓക്കെ, ആ ഒരു കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ദെൻ ഫെയിലിയേഴ്സ് മതിയ, അത് ഫെയിലിയേഴ്സ് വന്നു എന്നും വിചാരിച്ച് അതിനെ ഓർത്ത് ഡൗൺ ആയിട്ടിരിക്കുന്നതിന് പകരം അതിൽ നിന്നുള്ള ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഫെയിലിയേഴ്സ് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്. മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാം. പക്ഷേ അത് വന്നു അല്ലെ അതെന്നെ തളർത്തിയെന്നും പറഞ്ഞ് തളർന്നിരിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിന്ന് നമുക്ക് പഠിച്ച് എൻ്റെ ഭയന്ന് പറ്റി തെറ്റിതാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അടുത്ത തവണ ഞാനത് ട്രൈ ചെയ്യുമ്പോൾ ഇത് ആവർത്തിക്കാണ്ടിരുന്നാൽ പോരെ. അങ്ങനെ ഫെയിലിയേഴ്സിനെ നമ്മുടെ ലെസൺസ് ആക്കി മാറ്റുക, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ, അതിൽ നമ്മൾ ഹാപ്പി ആവുക. ഈവൻ എന്താ പറയുക, എൻ്റെ ഇന്നത്തെ സാലറി കിട്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് മേടിച്ചു, അതെൻ്റെ സന്തോഷമാണ്, ചെറിയ കാര്യമാണ്. പക്ഷേ അതിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ പഠിക്കുക. ഈവൻ ഒരു മാർക്ക് കിട്ടി, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി, ഐ ആം ഗ്രേറ്റ്ഫുൾ, അങ്ങനെ വിചാരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സമ്മർദ്ദം തരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നമുക്ക് എവിടെയാണോ സമാധാനം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലാണോ സമാധാനം കിട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടാൻ നോക്കുക. അപ്പം ഒരു പരിധി വരേക്കും നമുക്ക് ഈ പറഞ്ഞ ഓവർ എക്സ്പെക്റ്റേഷനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, പ്രതീക്ഷകൾ ഉണ്ടാവാം, ഇതെല്ലാം ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ അതൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യബോധമുള്ളതാണോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് എന്താണേലും അതിലോട്ട് മുന്നോട്ട് പോവുക. ഓവർ എക്സ്പെക്റ്റേഷൻസ് മാക്സിമം ഒഴിവാക്കുക. ആദ്യമൊക്കെ പാടായിരിക്കും, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, പതിയെ പതിയെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ ഗൈസ്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ പറഞ്ഞ പോലെ ഓവർ എക്സ്പെക്റ്റേഷൻ ഉള്ള കാര്യത്തെ പതിയെ കുറയ്ക്കുക. എല്ലാവരും നന്നായിട്ടിരിക്കുക, നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.